നമസ്കാരം. 2026 ഏപ്രിൽ മാസം ഗ്രഹനിലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ്. ഏപ്രിൽ 14 വിഷു. ആ ദിനത്തിലാണ് സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി മേടസംക്രാന്തി, പുതിയ സൗരവർഷം ആരംഭിക്കുന്നു. കൂടാതെ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതും വ്യാഴം ഇടവം രാശിയിൽ നിൽക്കുന്നതും 27 നക്ഷത്രക്കാരെയും വിവിധ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള ഏപ്രിൽ മാസത്തിലെ 27 നക്ഷത്രങ്ങളുടെയും ഗുണദോഷ ഫലങ്ങളാണ് പറയുന്നത്. ഈ ഏപ്രിൽ മാസം 14 തീയതി വിഷു സംക്രാന്തി സംഭവിക്കുന്നതിനാൽ പുതിയൊരു തുടക്കത്തിന്റെ കാലം കൂടിയാണ് ഏപ്രിൽ മാസം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാർക്ക് അവരുടെ സാമ്പത്തിക രംഗത്ത് അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും വരുമാന സ്രോതസ്സുകൾ വളരെയധികം മെച്ചപ്പെടും. അതായത് ചെലവുകൾക്കനുസരിച്ച് തന്നെയുള്ള വരുമാനം ഉണ്ടാകും. പുതിയ സ്രോതസ്സുകൾ, സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും ധാരാളമായി ചെലവഴിക്കുന്നതിന്, ആവശ്യത്തിനനുസരിച്ച് ചെലവഴിക്കുന്നതിനുള്ള പണവരവ് ഉണ്ടാകും. പഴയ കടങ്ങളെല്ലാം വീട്ടാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മേടക്കൂറുകാർക്ക്. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ബിസിനസ്സിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ അനുകൂലമായ ഒരു സമയം കൂടിയാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്തുവാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാനോ ഒക്കെ സാധിക്കും. തൊഴിൽ രംഗത്തെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ധനപരമായ വരുമാനങ്ങൾ കണ്ടെത്തുവാനും കഴിയും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടുമെങ്കിൽ തന്നെയും ജീവിത പങ്കാളിയുമായി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഒക്കെ ഇടയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകളും പ്രവർത്തികളുമെല്ലാം നിങ്ങൾ സംയമനത്തോടു കൂടി മാത്രം ചെയ്യുക. വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് പുരോഗതിയും തീർച്ചയായും ഈ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. ഇടവക്കൂറുകാരായ കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരത്തിന്റെ അര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നില തീർച്ചയായും ഭദ്രമായ രീതിയിൽ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് തൃപ്തികരമായ സാമ്പത്തികം ലഭിക്കും. ഭൂമി ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം കൂടിയാണ്. നിങ്ങൾ ഭൂമി കച്ചവടം നടത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഭൂമി വിൽക്കുവാനിട്ടിരുന്നു എങ്കിലും അത് നാളിതുവരെ വിൽക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ കുരുക്കുകളൊക്കെ അഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലുള്ള വലിയ ലാഭത്തിൽ വിൽക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നില തീർച്ചയായും ഭദ്രമായിരിക്കും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ സഹായം തീർച്ചയായും ലഭിക്കും. മേലധികാരികളുടെ പ്രശംസയും പിന്തുണയും ലഭിക്കും. കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് പ്രശംസയും അംഗീകാരവുമൊക്കെ ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. കുടുംബജീവിതത്തിൽ വളരെ സന്തോഷം തീർച്ചയായും ലഭിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ, മംഗളകരമായ ചടങ്ങുകളൊക്കെ നടക്കുവാൻ സാധ്യതയുണ്ട്. അതിഥികൾ വരാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് ഈ ഏപ്രിൽ മാസം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ തേടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പരീക്ഷകളിൽ ഈ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകേര വരെ നക്ഷത്രക്കാർക്ക് മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഏപ്രിൽ മാസം. ഏകാഗ്രത നിങ്ങൾക്ക് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ഊന്നുന്നതിനും അതുകൊണ്ട് തന്നെ മനസ്സുറച്ച് പഠിച്ച് പരീക്ഷകൾ പാസ്സായി മികച്ച വിജയത്തോടുകൂടി മുന്നോട്ട് പോകുവാനുമൊക്കെ ഇടവക്കൂറുകാർക്ക് കഴിയും. ഇനി മിഥുനക്കൂറുകാർക്ക് ഏപ്രിൽ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. മിഥുനക്കൂറ് മകേരം, മര, തിരുവാതിര, പുണർതം, മുക്കാൽ നക്ഷത്രക്കാരാണ്. സാമ്പത്തികപരമായി ധനലാഭം ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഏപ്രിൽ മാസം. ലോട്ടറി, ചിട്ടി എന്നിവയിലൂടെ ഭാഗ്യം പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണിത്. ലോട്ടറി എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും. അഥവാ നിങ്ങളൊരു ചിട്ടിയിലോ മറ്റോ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെ ലഭിക്കും. സാമ്പത്തികപരമായി നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു മാസം തന്നെയാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളെല്ലാം ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ യാത്ര സുഗമമാകും. വിദേശത്ത് അല്ലെങ്കിൽ സ്വദേശത്ത് നല്ല തൊഴിൽ തേടുന്നവർക്ക് അത് കൃത്യമായി ലഭിക്കുന്നതിന് അനുകൂലമായ ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. കുടുംബത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷിക്കുവാൻ ഏറെ വകയുണ്ടാവും. കാരണം കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് അഭിമാനകരമായ പല കാര്യങ്ങളും പല വാർത്തകളും നിങ്ങൾ കേൾക്കും.
നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ നിങ്ങൾക്ക് പല അഭിനന്ദനങ്ങളും ലഭിക്കുവാൻ കൂടി സാഹചര്യം ഉണ്ടാകുന്നൊരു മാസമാണ് ഈ ഏപ്രിൽ മാസം. ദൂരയാത്രകൾക്ക് യോഗം കാണുന്നു. അത്തരത്തിലുള്ള യാത്രകൾ വിനോദത്തിനോ വിജ്ഞാനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടോ ആണെങ്കിൽ പോലും ലക്ഷ്യപ്രാപ്തി തീർച്ചയായും ലഭിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണം ചെയ്യുന്നവർക്ക്, അതായത് റിസർച്ച്, ഫെലോഷിപ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്തുവാനും പരീക്ഷണങ്ങളിൽ ഗവേഷണ രംഗത്ത് അംഗീകാരം ലഭിക്കുന്നതിനും വിജയങ്ങൾ നേടുന്നതിനുമൊക്കെ അനുകൂലമായ ഒരു മാസമാണ് ഏപ്രിൽ മാസം. ഇനി കർക്കിടകക്കൂറുകാർക്ക്, പുണർദത്തിൻ്റെ കാൽ, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഏപ്രിൽ മാസം എന്നാണ് നോക്കുന്നത്. സാമ്പത്തികപരമായിട്ട് ചെലവുകൾ കുറച്ച് കൂടും എന്നതൊഴിച്ചാൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ സാമ്പത്തിക നില തീർച്ചയായും ഭദ്രമായിരിക്കും. അതിനനുസരിച്ചുള്ള പണം നിങ്ങൾക്ക് ലഭിക്കും. പണം കടം കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് ചെലവുകൾ കൂടുന്ന ഒരു സമയമായതിനാൽ കൈവശം ഇരിക്കുന്ന അത്യാവശ്യത്തിനുള്ള പണമെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി കൊടുത്താൽ നിങ്ങളുടെ ആവശ്യത്തിന് ഒരു പക്ഷേ ലഭിക്കാൻ സാധ്യതയില്ലാതെ വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥലം മാറ്റത്തിനോ സ്ഥാനക്കയറ്റത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. കഠിനാധ്വാനം വളരെ ആവശ്യമായൊരു മാസമാണ് ഏപ്രിൽ മാസം. അതുകൊണ്ട് തന്നെ ഈ കഠിനാധ്വാനത്തിന് നിങ്ങളുടെ തൊഴിലിൽ ഉയർച്ചയും ധനപരമായ നേട്ടങ്ങളുമൊക്കെ തീർച്ചയായും നേടിത്തരും. കുടുംബത്തിൽ മാതാപിതാക്കളുടെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾ പ്രായമായ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഴ്ചയോ അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളിലൂടെ ആശുപത്രി വാസമോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അവരെ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കർക്കിടകക്കൂറുകാർക്ക് വിദ്യാഭ്യാസപരമായി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. ഇനി ചിങ്ങക്കൂറുകാരെ പറ്റിയാണ് നോക്കുന്നത്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽ നക്ഷത്രക്കാരാണ് ഈ ചിങ്ങക്കൂറിൽ വരുന്നത്. സാമ്പത്തികപരമായി ചിങ്ങക്കൂറുകാർക്ക് വളരെ മികച്ച സമയമാണ്. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ നിങ്ങൾക്ക് അനുകൂലമായ മാസമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കും. പുതിയ തൊഴിൽ സാധ്യതകളും അതിൽ നിന്നും മികച്ച സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഗവൺമെൻറ് തലത്തിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ്. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും നന്നായി പെരുമാറുവാനും അവരോട് പിണക്കങ്ങൾ മറന്ന് പ്രവർത്തിക്കുവാനും പെരുമാറുവാനുമൊക്കെ ശ്രമിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും കൊണ്ടുവരും. വിദ്യാഭ്യാസപരമായി ചിങ്ങക്കൂറുകാർക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന നേട്ടങ്ങൾ, റാങ്ക് ഉൾപ്പെടെ നേടാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഏപ്രിൽ മാസം. അതുകൊണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ മനസ്സുറച്ച് ആ രംഗത്ത് മുന്നോട്ട് പോവുക. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ അര നക്ഷത്രക്കാർ അടങ്ങിയ കന്നിക്കൂറുകാർക്ക് സാമ്പത്തിക രംഗത്ത് അപ്രതീക്ഷിതമായി പണം വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ഏപ്രിൽ മാസം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നു ചേരും. എങ്കിലും ഊഹക്കച്ചവടത്തിൽ ഇറങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. വ്യക്തമായ പദ്ധതികൾ അല്ലെങ്കിൽ പ്ലാനുകൾ, നിങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളിൽ മാത്രമേ പണം മുടക്കാവൂ. ആരെങ്കിലും പറയുന്നത് കേട്ട് എവിടെയെങ്കിലും കൊണ്ടുചെന്ന് പണം ഇൻവെസ്റ്റ് ചെയ്യരുത്. ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ ഇറങ്ങുമ്പോൾ തട്ടിപ്പിൽ പെട്ടുപോകാതിരിക്കുവാൻ തീർച്ചയായും ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ ജോലി ഭാരം നന്നായി വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം. എങ്കിലും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പിന്തുണയും അംഗീകാരവും നിങ്ങൾക്ക് ഒപ്പമുള്ളതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ജോലി ഭാരത്തെ കൈകാര്യം ചെയ്യാൻ കഴിയും. മാത്രമല്ല, അത്തരത്തിലുള്ള തൊഴിലുകൾ അല്ലെങ്കിൽ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ നിങ്ങളുടെ വരുമാന സാധ്യതയും വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിൽക്കുന്നതിനാൽ കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വലിയ യാത്രകളോ അല്ലെങ്കിൽ മറ്റ് മംഗളകരമായ പല കാര്യങ്ങളിലും ചെന്ന് പെടുമ്പോൾ അവിടെയുള്ള പരിചയത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് പിൽക്കാലത്ത് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്ന സമയമാണിത്. വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങളുടെ
പേപ്പർ വർക്കുകൾ സുഗമമായി ചെയ്യുവാനും അതിനുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഈ ഏപ്രിൽ മാസം. ഇനി തുലാക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. ചിത്തിരാര, ചോതി, വിശാഖത്തിൻ്റെ 3/4 നക്ഷത്രക്കാരാണ് തുലാക്കൂറിൽ വരുന്നത്. സാമ്പത്തികപരമായി നിങ്ങൾക്ക് സമ്മിശ്ര ഫലമായിരിക്കും ഈ ഏപ്രിൽ മാസത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഡംബര വസ്തുക്കൾക്കായി നിങ്ങൾ അമിതമായി പണം ചെലവഴിക്കരുത്. വരവിനനുസരിച്ച് മാത്രം, വരവിനെ ബാലൻസ് ചെയ്യുന്ന വിധത്തിലുള്ള ചെലവുകൾ മാത്രമേ നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ കൈകാര്യം ചെയ്യാവൂ. കരിയറിൽ പുതിയ വെല്ലുവിളികൾ ഉണ്ടാകാം. നിങ്ങളുടെ ബിസിനസ് രംഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലൊക്കെ നിങ്ങൾ പുതിയ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും. അതിൻ്റെ പേരിൽ പക്ഷേ നിങ്ങൾ നിരാശനായി പിന്തിരിയാതിരിക്കുക. ഓരോ വെല്ലുവിളികളെയും ബുദ്ധിപൂർവ്വം അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാമ്പത്തിക മേഖല തീർച്ചയായും ഭദ്രമായിരിക്കും. മേലുദ്യോഗസ്ഥന്മാരുമായോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായോ മറ്റുള്ള വ്യക്തികളുമായോ അനാവശ്യമായ തർക്കത്തിനോ വഴക്കിനോ ഒന്നും പോകരുത്. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ കഴിവതും ഒഴിവാക്കുക. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ വേണ്ട മാസമാണ് ഈ ഏപ്രിൽ മാസം. നിങ്ങൾ ഒരു ഈശ്വര വിശ്വാസിയാണ്, അത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ കുടുംബത്തോടൊപ്പമുള്ള പ്രാർത്ഥനകൾക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. പഠനത്തിൽ അല്പം മന്ദത അനുഭവപ്പെടാം. പക്ഷേ അതിന് നിങ്ങൾ ബുദ്ധിപൂർവം തന്നെ മനഃപൂർവമായ ചില ചിട്ടകളിലൂടെ മറികടക്കണം. ചിട്ടയായ പഠനം ആവശ്യമാണ്. അലസത നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ പുറകോട്ടടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഏപ്രിൽ മാസത്തിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ, ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ, തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കുന്ന കാര്യത്തിൽ, പണം ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി ചെലവാക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തുലാക്കൂറുകാർക്ക് തീർച്ചയായും ഏപ്രിൽ മാസവും ഒരു അനുകൂല മാസം തന്നെ ആയിരിക്കും. വൃശ്ചികക്കൂറുകാരുടെ ഫലമാണ് ഇനി നമ്മൾ നോക്കുന്നത്. വിശാഖത്തിൻ്റെ 1/4, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കാരണം നിങ്ങൾ വ്യക്തമായ ധാരണയുടെ പുറത്ത് ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ നേട്ടങ്ങൾ സാമ്പത്തിക രംഗത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അന്ധമായി ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പണം മുടക്കുക. മുടങ്ങിക്കിടന്ന തുകകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നേരത്തെ മുൻ സമയങ്ങളിൽ നിങ്ങൾ ചെയ്ത ജോലിയുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ അർഹതപ്പെട്ട സാമ്പത്തികത്തിൻ്റെയോ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ മാസം, ഈ ഏപ്രിൽ മാസം സാമ്പത്തികം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ നിങ്ങളുടെ കൈവശത്തേക്ക് എത്തും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ വളരെ അനുകൂലമായ ഒരു സമയമാണ്. പുതിയ ജോലി തേടുന്നവർക്ക് അല്ലെങ്കിൽ മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതകൾ തേടുന്നവർക്കെല്ലാം അനുകൂല സമയമാണ്. നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി തീർച്ചയായും ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നന്നായി നിങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോവുക. തീർച്ചയായും അനുകൂല ഫലങ്ങൾ ലഭിക്കും. സന്തോഷം നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ കുടുംബാന്തരീക്ഷം. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളും ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കും. സ്വന്തമായുള്ള കഴിവുകൾ, സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുക്കുവാനായി വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട അംഗീകാരം തീർച്ചയായും ലഭിക്കുന്ന സമയമാണ്. പരീക്ഷാഫലം അനുകൂലമായിരിക്കും. പൊതുവെ നോക്കുകയാണെങ്കിൽ വൃശ്ചിക രാശിക്കാർക്കും ഏപ്രിൽ മാസം വളരെ നല്ല ഒരു സമയമായി തന്നെ കണക്കാക്കാൻ കഴിയും. ഇനി ധനുക്കൂറുകാർക്ക് എങ്ങനെയാണ്? മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1/4 നക്ഷത്രക്കാരാണ് ധനുക്കൂറിൽ വരുന്നത്. സാമ്പത്തികപരമായി വരുമാനവും ചിലവും ഒന്നുപോലെയാണ് നീങ്ങുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ. അതുകൊണ്ട് തന്നെ സാമ്പത്തികം ചെലവിടുമ്പോൾ വരുമാനത്തിനനുസരിച്ച് തന്നെ നിങ്ങൾ ചെലവഴിക്കുക. സാമ്പത്തിക കാര്യത്തിൽ ഒന്ന് പിടിച്ച് ചെലവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് അഥവാ നീക്കിയിരിപ്പ് വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ധനുക്കൂറുകാരും തുലാക്കൂറുകാർക്ക് പറഞ്ഞതുപോലെ തന്നെ അനാവശ്യമായി ആഡംബരമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ശ്രമിക്കണം. IT, ടെലികോം രംഗത്തുള്ളവർക്ക് സുവർണാവസരങ്ങളാണ് ഈ ഏപ്രിൽ മാസത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ളത്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കുവാൻ കഴിയുന്ന സമയമാണ്. ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലുള്ളത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ IT മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്
നല്ല ഓഫറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വലിയ കമ്പനികളുമായി കണക്റ്റ് ആവാൻ അല്ലെങ്കിൽ വലിയ ടീമുകളുമായിട്ടുള്ള ടീം വർക്കുകളൊക്കെ ചെയ്യുവാനുള്ള അവസരങ്ങൾ അവരുടെ തൊഴിൽ രംഗത്ത് ലഭിക്കും. ദൂരെയുള്ള ബന്ധുക്കൾ നിങ്ങളെ സന്ദർശിക്കാൻ എത്തുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവമായിരിക്കും. മനസ്സിന് സമാധാനവും ഗ്രഹത്തിൽ ഐശ്വര്യവും ലഭിക്കുന്ന ഒരു മാസമാണ് ഈ ധനുക്കൂറുകാർക്ക് ഏപ്രിൽ മാസം. വിദ്യാഭ്യാസ കാര്യത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഇനി മകരക്കൂറുകാരെ പറ്റിയാണ്. ഉത്രാടത്തിൻ്റെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അര നക്ഷത്രക്കാർ അടങ്ങിയ മകരക്കൂറുകാർക്ക് സാമ്പത്തികപരമായി പണം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ്. കണ്ടകശനി തുടരുന്നതിനാൽ നിക്ഷേപങ്ങളിൽ നിങ്ങൾ റിസ്ക് എടുക്കരുത്. ഒരു കാരണവശാലും ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കേട്ട് കഴിവിയുള്ള പരിപാടികളിലൊന്നും നിക്ഷേപ പദ്ധതികളിലൊന്നും നിങ്ങൾ കൊണ്ടുചെന്ന് കയ്യിലുള്ള പണം മുടക്കരുത്. അത്രയ്ക്കധികം റിസ്ക് എടുക്കരുത്. കാരണം നഷ്ടസാധ്യത വളരെയധികം കൂടുതലുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മാസമാണ് ഏപ്രിൽ മാസം. ജോലിയിൽ നിങ്ങൾ കൃത്യനിഷ്ഠ പാലിക്കുക. നിങ്ങളുടെ തൊഴിൽ രംഗം അല്ലെങ്കിൽ കർമ്മരംഗം ഏതാണോ അതിൽ നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ സാമ്പത്തികപരമായി മകരക്കൂറുകാർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ നോക്കുക. തർക്കങ്ങളിൽ നിന്നും വഴക്കുകളിൽ നിന്നും വാദപ്രതിവാദങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടു നിൽക്കുന്നതായിരിക്കും ഈ മാസം തീർച്ചയായും നല്ലത്. കുടുംബത്തിൽ കുട്ടികളുടെ പെരുമാറ്റത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് അത്യാവശ്യമാണ്. വീഴ്ച, മുറിവ്, ഒടിവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ കുട്ടികളുടെ എടുത്തുചാട്ടം മൂലം സംഭവിക്കും. അതുകൊണ്ട് പൊതുവെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു നല്ല കെയർ എടുക്കുന്നത് നന്നായിരിക്കും. വീടിന് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുവാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾ പണം കൊടുത്ത് ചെയ്യുന്നത് കൃത്യമായ ഒരാളിനെയാണ് ഏൽപ്പിക്കുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾ വേണം. അക്കാര്യത്തിലും സാമ്പത്തികപരമായി റിസ്ക് എടുക്കാതിരിക്കുക. വിദ്യാഭ്യാസം ചെയ്യുന്നവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിരിക്കാതെ കൃത്യമായി നിങ്ങളുടെ അധ്യാപകരോട് പറഞ്ഞ് അവരുടെ സഹായത്തോടു കൂടി തന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക. കുംഭക്കൂറുകാർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അവിട്ടത്തിൻ്റെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രക്കാരാണ് ഈ കുംഭക്കൂറിൽ വരുന്നത്. 7.5 ശനിക്കാലമായതിനാൽ സാമ്പത്തിക ഞെരുക്കം നന്നായി അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഏപ്രിൽ മാസം. മിതവ്യയം പാലിക്കുക. അതായത് നമ്മുടെ വരവറിഞ്ഞ് തന്നെ, മറ്റു ചിലരുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ വരവറിഞ്ഞ് തന്നെ ചെലവഴിക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം മുടക്കുക. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന്, ആഡംബര ജീവിതം നയിക്കുന്നതിനും കയ്യിലുള്ള പണം ഉപയോഗിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കാൻ കുറച്ച് വൈകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് പണം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പറയുന്നത്. എങ്കിലും നിങ്ങൾ ആത്മവിശ്വാസം കൈവിടേണ്ട യാതൊരു കാര്യമില്ല. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. മാസത്തിൻ്റെ പകുതിക്ക് ശേഷമല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് പോലെ സംഭവിക്കും. ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സംസാരത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഒരു ജാഗ്രതയും നിയന്ത്രണവുമൊക്കെ പുലർത്തുന്നത് നല്ലതാണ്. അനാവശ്യമായ യാതൊരുവിധ കാര്യങ്ങൾക്കും ഈ ഏപ്രിൽ മാസം കുംഭക്കൂറുകാർ ഇറങ്ങാതിരിക്കുന്നതാണ് തീർച്ചയായും നല്ലത്. വിദ്യാഭ്യാസ രംഗത്ത് നല്ല അധ്വാനം, കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കൂ. ഒരല്പം പോലും അലസതയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യരുത്. മനോഹരമായി നിങ്ങളുടെ ഈ മാസം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിന് നിങ്ങളുടെ മനസ്സാന്നിധ്യം, കഠിനാധ്വാനം മുതലായ കാര്യങ്ങളാണ് കൈമുതലാക്കേണ്ടത്. അവസാനത്തെ രാശിക്കാരെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മീനക്കൂറ്, പൂരുരുട്ടാതി, കാലുത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറിൽ വരുന്നത്. സാമ്പത്തികപരമായി ചെലവുകൾ അനിയന്ത്രിതമാകുന്ന ഒരു കാലമാണ്. ആശുപത്രി ആവശ്യങ്ങൾക്കായി പോലും പണം മാറ്റി വെക്കേണ്ടി വരും. അതായത് സാമ്പത്തികപരമായി നിങ്ങൾക്ക് അത്ര അനുകൂലമല്ലാത്ത ഒരു സമയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും മീനക്കൂറുകാർക്ക്. അതുകൊണ്ട് തന്നെ പണം ചെലവഴിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. ആശുപത്രി ആവശ്യങ്ങൾക്കായി പണം മാറ്റിവെക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ കൂടി വളരെയധികം ശ്രദ്ധ പുലർത്തണം. യാത്രകളും മറ്റു കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതുമെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അസമയങ്ങളിലുള്ള യാത്രകളും സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകളുമൊക്കെ ഒഴിവാക്കുക. ചെറിയ അസുഖങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് തനിക്കോ കുടുംബാംഗങ്ങൾക്കോ വന്നു കഴിഞ്ഞാൽ അത്
കൃത്യസമയത്ത് തന്നെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ഉത്തരവാദിത്തങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തി എന്ന് പോലും വന്നേക്കാം. എങ്കിൽ പോലും നിങ്ങളുടെ സഹപ്രവർത്തകരുമായോ അല്ലെങ്കിൽ മേലെ ഉദ്യോഗസ്ഥരുമായോ നിങ്ങൾ പിണങ്ങിപ്പിരിയാൻ ശ്രമിക്കരുത്. നല്ല ബന്ധം തന്നെ പുലർത്തുക. ഈ സമയം അങ്ങ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരെയൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രമിക്കുക. മാനസികമായി കുറച്ച് ഉത്കണ്ഠകൾ വർദ്ധിക്കുന്ന സമയമാണ്. കാരണം ചെലവുകൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയിലേക്ക് പോവുകയും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആശങ്കകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് ആത്മീയമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്, മെഡിറ്റേഷൻ, യോഗ അല്ലെങ്കിൽ ഭക്തി, പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങൾ, ദേവാലയ സന്ദർശനം, നിങ്ങളുടെ ഇഷ്ടദേവതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ തീർച്ചയായും ഉപകരിക്കും. വിദേശ യാത്രകൾക്കും പഠനത്തിനും അനുകൂലമായ ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും നിരാശരാകേണ്ടി വരികയില്ല. ഈ മാസത്തെ താൽക്കാലിക പ്രതിസന്ധികളിൽ നിങ്ങൾ നല്ല തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് വേണ്ടത്. അങ്ങനെ ഈശ്വര പ്രാർത്ഥനയോടെ നല്ല ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. അനുകൂലമായ ദിവസങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ തിങ്കൾ, വ്യാഴം തുടങ്ങിയവയൊക്കെയാണ്. ശനിദോഷം അനുഭവിക്കുന്നവർ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത്, ശാസ്താ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത്, ശാസ്താവിന് ഇഷ്ട വഴിപാടുകളൊക്കെ നടത്തുന്നതുമൊക്കെ നല്ല കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി ഈ ശനിദോഷം അനുഭവിക്കുന്നവർക്ക് ഭവിക്കും. ഭാഗ്യനിറം മഞ്ഞ, വെള്ള എന്നിവയാണ്. കുറച്ച് ദോഷകരമായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നതുകൊണ്ട് അത്തരത്തിലുള്ള നക്ഷത്രക്കാർ അഥവാ രാശിക്കാരും നിരാശപ്പെടേണ്ട. നിങ്ങളുടെ സ്വഭാവം, പെരുമാറ്റം, നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നിങ്ങൾക്ക് പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് നല്ല ഒരു മാസം തീർച്ചയായും സംഭവിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഈശ്വര ചിന്തയോടുകൂടി സാധു മൃഗങ്ങൾക്കും അശരണർക്കും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളുമൊക്കെ ചെയ്ത് നല്ല മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോകുക. എല്ലാവർക്കും നല്ല ഒരു ഏപ്രിൽ മാസം അനുഭവത്തിൽ വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.